ആരോഗ്യരംഗത്തെ കേരളം ലോകത്തിന് മാതൃകയാണെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും സംസ്ഥാനത്ത് വീടുകളിലെ പ്രസവങ്ങൾ ക്രമാതീതമായി ഉയരുന്നതായി വിവരാവകാശ രേഖകൾ. 2025 ജനുവരി മുതൽ 2026 ജനുവരി വരെയുള്ള ഒരു വർഷക്കാലയളവിൽ സംസ്ഥാനത്ത് 202 വീടുകളിലെ പ്രസവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ ഏറ്റവും പുതിയ കണക്കനുസരിച്ച് ഇക്കഴിഞ്ഞ ജനുവരിയിൽ മാത്രം 14 പ്രസവങ്ങൾ നടന്നു. ആശങ്കാജനകമായ വസ്തുത ഈ 14 കേസുകളിൽ 3 നവജാത ശിശുക്കൾ മരണപ്പെട്ടു എന്നതാണ്. വിവരാവകാശ രേഖകൾ പ്രകാരം മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വീടുകളിലെ പ്രസവങ്ങൾ നടക്കുന്നത്. ഒരു വർഷത്തിനിടെ 50 കേസുകളാണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത്. ഇടുക്കിയിൽ 27, തിരുവനന്തപുരം 20, വയനാട് 17, എറണാകുളം 16 എന്നിങ്ങനെയാണ് മറ്റു പ്രധാന ജില്ലകളിലെ കണക്കുകൾ. പത്തനംതിട്ടയിലാണ് ഏറ്റവും കുറവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. ഇവിടെ 2 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. കാസർഗോഡ് 4ഉം കോട്ടയത്ത് 3ഉം കേസുകൾ വീതം രേഖപ്പെടുത്തി. അശാസ്ത്രീയമായ പ്രസവ രീതികളും പ്രകൃതി ചികിത്സാ രീതികളോടുള്ള അമിത താൽപര്യവുമാണ് ഇത്തരം പ്രവണതകൾക്ക് പിന്നിലെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. വീടുകളിലെ പ്രസവം കുറയ്ക്കുന്നതിനായി നിയമപോരാട്ടം നടത്തുന്ന താനൂർ സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർ കഴിഞ്ഞ 2 വർഷമായി ഈ വിഷയത്തിൽ നടത്തുന്ന ഇടപെടലുകൾ ഫലം കണ്ടു തുടങ്ങുന്നതിൽ ആശ്വാസം പ്രകടിപ്പിച്ചു. എന്നിരുന്നാലും ശിശുമരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഗൗരവകരമായ സാഹചര്യമാണെന്നും ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കണമെന്നും അവർ പറഞ്ഞു. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. 15 വർഷങ്ങളായി ഈ തിളക്കം നമ്മെ ഭ്രമിപ്പിക്കുന്നു. 15 വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു. 15 വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ്. ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.